എല്ലാവർക്കും സ്വാഗതം. കർണാടക തമിഴ്നാട് ബോർഡർ, അവിടെ അധികമായി താമസിച്ചിരുന്നത് കർഷകരാണ്. അവർക്ക് വളർത്തുമൃഗങ്ങളുണ്ടായിരുന്നു. അവർ പരിപാലിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ആദായമെടുത്ത് അവർ ജീവിച്ചിരുന്നു. അവിടെ അടുത്താണ് ഹാനൂർ വനം. ആ വനം സ്ഥിതി ചെയ്യുന്നത് കർണാടക സ്റ്റേറ്റിൻ്റെ ആ സ്ഥലങ്ങളിലായിരുന്നു. ആ സാഹചര്യങ്ങളിൽ ഇവർ ആ ഒരു പ്രദേശത്തെ ഏറ്റവും അധികമായി അവർ സ്നേഹിച്ചിരുന്ന, പ്രത്യേകിച്ച് ആ ഒരു കാനനത്തിൻ്റെ ആ ഒരു ആ സൗന്ദര്യം അവർ ആസ്വദിച്ചിരുന്നു. ആ പ്രദേശം അവരുടെ സ്വന്തം പ്രദേശമായിരുന്നു. അങ്ങനെ അവർ ആ കാട്ടിലേക്ക് തങ്ങളുടെ ആ വളർത്തുമൃഗങ്ങളെ മേയ്ക്കുവാനായി പോകുമായിരുന്നു. അവർക്കറിയില്ല ആ പ്രദേശത്ത്, പ്രത്യേകിച്ച് ഫോറസ്റ്റ് ആക്റ്റും വൈൽഡ് ലൈഫ് ആക്റ്റുമൊക്കെ ഉള്ള പ്രദേശമാണ്. ഇവർക്ക് അവിടെ ഒരുപാട് പരിമിതികളുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നവർക്ക് അറിയില്ല. അവരങ്ങനെ തങ്ങളുടെ മൃഗങ്ങളെ പോറ്റുവാനായി, അതിന് ഭക്ഷണം കൊടുക്കുവാനായി അവർ അവരുടെ പ്രദേശത്തിന് അടുത്തുള്ള ആ ഫോറസ്റ്റിലേക്ക്, ആ വനത്തിലേക്ക് പോകുക സ്ഥിരമായിരുന്നു. അങ്ങനെ അവർ 14-ാം തീയതി രാത്രിയും അങ്ങനെ 2-3 ഗ്യാങ്ങുകളായി അവർ അവിടെ പോകുന്നു. ആ സമയത്ത് ആ പ്രദേശത്തെ, പ്രത്യേകിച്ച് ആ കർണാടകയിലെ അവിടുത്തെ ആ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അവർ ആ സമയം തന്നെ വെടിവെച്ച് അവരെ ആ പ്രദേശത്ത് നിന്ന് ഓട്ടിക്കുന്നു. പക്ഷേ അതിൽ ചിലർ, ഒരു 4 പേർ അതിൽ നിന്നും ആദ്യത്തെ ഗ്യാങ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അടുത്തൊരു ഗ്യാങ് അവിടെ അകപ്പെടുന്നു. അവിടെ കടുവ കല്ലെന്ന് പറയുന്ന ആ ഒരു മനോഹരമായൊരു പ്രദേശമുണ്ട്. അവർ അവിടെ സ്ഥിരം പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവർ ആ രാത്രി 14-ാം തീയതി രാത്രി അവരവിടെ വിശ്രമിക്കുന്നു. പിറ്റേന്നും രാവിലെ 5 മണിയാകുമ്പോൾ അത് അവരുടെ ആ ഒരു വിശ്രമം അവരവിടെ ഉള്ളത് അവിടുത്തെ കർണാടകയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയുന്നു. അവരവിടെ നിന്ന് വെടിവെക്കുന്നു. ഇതിൽ 3 പേർ മരിക്കുന്നു, ഒരാൾ ഓടി രക്ഷപ്പെടുന്നു. ക്രൈം സ്റ്റോറീസ് അറിയുവാനായി, ആധികാരികമായി അറിയുവാനായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. തുടർന്നുള്ള വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കും. ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. കൂടുതൽ റീച്ച് കിട്ടിയാൽ എനിക്കും കൂടുതൽ വീഡിയോസ് ഇടാനും ഒരു പ്രചോദനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നാം പറഞ്ഞു വന്നത്, ഈ വാർത്തയിൽ 4 പേരാണ് ഉള്ളത്. അന്തോണി 50 വയസ്സ്, ജോൺ റോസ് പീറ്റർ 43 വയസ്സ്, സെബാസ്റ്റ്യൻ ഡേവിഡ് കുമാർ 35 വയസ്സ്, മഹിമ ദാസ്. ഇതിൽ ആദ്യം പറഞ്ഞ 3 പേർ അവിടെ വച്ച് തന്നെ ഈ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടു. 4-മത്തെയാൾ ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് വലിയ പ്രതിഷേധങ്ങളാണ് അവിടെ ഉണ്ടായത്. ഈ കർണാടക പ്രദേശത്ത് വനംവകുപ്പ് ഓഫീസൊക്കെ തമിഴ്നാട്ടുകാരും, പ്രത്യേകിച്ച് ഈ മരണപ്പെട്ട ആൾക്കാരുടെ ബന്ധുക്കളൊക്കെ അടിച്ച് തകർത്തു. സ്വാഭാവികമാണ്, സാധാരണ ആൾക്കാരാണ്. അവർക്കുണ്ടായത് അവരുടെ കുടുംബത്തിൻ്റെ അത്താണികളാണ്. അവരുടെ കുടുംബത്തിനെ നോക്കുന്ന ഏറ്റവും കുടുംബനാഥന്മാരാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അത് നമുക്കറിയാം, ഒരിക്കലും അത് അവർക്ക് സഹിക്കാനേ പറ്റുന്നതിൽ അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഗ്രീവിയൻസ്, അവരുടെ ആ ഒരു അവസ്ഥ എന്നത് വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ അധികമായി അവിടെ റിയാക്ട് ചെയ്തു എന്നതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് തുടർന്ന് അവിടെ വലിയ വിഷയങ്ങളുണ്ടായി. തമിഴ്നാട് ഗവൺമെൻറ് ഇടപെട്ടു, കർണാടക ഗവൺമെൻറ് ഇടപെട്ടു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെന്നത്, ഈ കർഷകർ ആണ് അവരുടെ വളർത്തു മൃഗങ്ങളെ പരിപാലിക്കുവാനായി വന്നു എന്നത് ഈ കൊല്ലപ്പെട്ട ആൾക്കാരുടെ കുടുംബത്തിൻ്റെ വേർഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു വേർഷനുണ്ട്. അത് ഇവർ അവിടെ വന്നത് നായാട്ടിനാണ്. ഇവിടുത്തെ മൃഗങ്ങളെ, അതായത് വന്യമൃഗങ്ങളെ കൊല്ലുവാനായിട്ടുള്ള നായാട്ടിനാണ് അവർ വന്നത്. 14-ാം തീയതി രാത്രി ഈ ഞാൻ പറഞ്ഞല്ലോ 2 സെക്ഷനായിട്ട് വന്നു. അതിൽ ഒരു സെക്ഷനെ ഈ വനംവകുപ്പ് അവിടെ നോട്ടിച്ചു, അവർ രക്ഷപ്പെട്ടു. മറ്റുള്ളവർ അവിടെ അകപ്പെട്ടതാവാം, അല്ലെങ്കിൽ അവരവിടെ സ്റ്റേ ചെയ്തതാവാം. ഈ കടുവക്കല്ലെന്ന് പറയുന്ന സ്ഥലത്ത് മൊബൈൽ റേഞ്ചും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരവിടെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളായിരിക്കാം. അങ്ങനെ അവരവിടെ സ്റ്റേ ചെയ്തു. തുടർന്ന് രാവിലെ
ഒരു 5:30 ആ സമയത്ത് 5:30 ആ സമയത്ത് അവിടെ വലിയ വെടിയൊച്ച കേട്ടു. വന്യമൃഗങ്ങളെ കൊല്ലുന്ന വെടിയൊച്ച കേട്ടപ്പോൾ വനംവകുപ്പ് മന്ത്രിയുടെയും വേർഷൻ അനുസരിച്ച് ഇവിടെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് വെടിവെച്ചിരിക്കുന്നത് കാലിന് താഴെയല്ല എന്നതാണ് അവരുടെ ഒരു നിഗമനം വന്നിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു എൻകൗണ്ടറിലാണ് ഇത് സംഭവിച്ചെങ്കിൽ അവർക്ക് കാലിന് താഴെ മുട്ടിന് താഴെ വെടിവെക്കാമായിരുന്നു. പക്ഷേ അതല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സംശയാസ്പദമായ കാര്യങ്ങളുണ്ട് എന്നതാണ് ഇവർ രണ്ടുപേരുടെ വെർഷൻ. നാം രണ്ടും മനസ്സിലാക്കി ആ കൊല്ലപ്പെട്ടവരുടെ കുടുംബം പറയുന്നത് ഈ പറഞ്ഞ പോലെ അവർ ഇതിനു വേണ്ടിയാണ് വന്നത്. അവരുടെ വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നതിന് വേണ്ടിയാണ് വന്നത് എന്നതാണ് അവരുടെ വെർഷൻ. കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേർഷൻ വരുന്നത് അവർ നായാട്ടിന് വേണ്ടി വന്നു, വന്യമൃഗങ്ങളെ കൊല്ലുവാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ഒരു എൻകൗണ്ടർ ഉണ്ടായി എന്നതാണ് ഇവരുടെ വേർഷൻ. ഇത് രണ്ടിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട്. എൻകൗണ്ടറിൽ മുട്ടിന് മേളിലേക്ക് വെടിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ്. തുടർന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു എന്നതാണ്. ഈ സമയത്ത് തന്നെ വിജയ് പറഞ്ഞത് ഇതൊരു മസേക്കർ എന്നാണ്, അതായത് കൂട്ടക്കൊല എന്നാണ്. ഇതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത സാഹചര്യമെന്നാണ് വിജയ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുവെന്ന് നാം അറിഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ എത്താൻ പറ്റുന്ന ഒരു അസസ്മെൻ്റ് എന്നത് ഈ മഹിമ ദാസ് എന്ന് പറഞ്ഞ ഒരാൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന അനുസരിച്ച് ഫോറസ്റ്റ് ആക്റ്റും വൈൽഡ് ലൈഫ് ആക്റ്റും വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഭാഗത്തുനിന്ന്, അതായത് ഈ കർഷകരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രൊവോക്കേഷനും ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു വെടിവെയ്പ്പ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം സ്ട്രോങ് ആയിട്ട് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഇൻവെസ്റ്റിഗേഷൻ ടൈമിൽ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പം അതിൽ വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ വൗണ്ട്സ് വരുന്നത്, അത് എന്തൊക്കെ മുറിവുകളുണ്ട്, അത് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അതിലൂടെ മനസ്സിലാവും. വിറ്റ്നസിൻ്റെ കാര്യവും ഏറ്റവും റിലവൻ്റാണ്. സാക്ഷികളുടെ കാര്യം, ഫോറൻസിക് എവിഡൻസ് ഒക്കെ വളരെ റിലവൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ പ്രിലിമിനറി അസസ്മെൻ്റ് ചെയ്തപ്പോൾ പ്രാഥമികമായ നിഗമനത്തിൽ ഷോട്ട് ഫ്രം നിയർ റേഞ്ച് എന്ന് വന്നിട്ടുണ്ട്. അതായത് അടുത്ത് നിന്നാണ് ഈ വെടിവെയ്പ്പ് വച്ചിട്ടുണ്ട്, ഈ ഒരു വെടിവെയ്പ്പ് നടന്നിട്ടുള്ളതെന്നും വന്നിട്ടുണ്ട് ഫോറസ്റ്റ് ഓഫീഷ്യൽസിൻ്റെ ഭാഗത്ത്. അതിൽ നിന്നും ഈ അടുത്ത റേഞ്ചിൽ നിന്നാണെങ്കിൽ എന്തുകൊണ്ടാണ് മുട്ടിന് താഴെ വെടിവെക്കാത്തത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട് CM ശക്തമായി അപലപിച്ചിട്ടുണ്ട്, ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും പറഞ്ഞിട്ടുണ്ട്. കർണാടക CMഉം ഒരു മജിസ്റ്റീരിയൽ ഇൻവെസ്റ്റിഗേഷന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് 22-ാം തീയതി എന്ന റിപ്പോർട്ട് വരുമെന്ന് വാർത്തകളും വരുന്നുണ്ട്. തുടർന്നുള്ള ക്രൈം സ്റ്റോറീസ് കാണുവാനായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻസും കിട്ടും. പ്രത്യേകിച്ച് നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും പറയുക. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇവരുടെ സാഹചര്യം നമുക്കറിയാം, വളരെ പാവപ്പെട്ട ഫാമിലിയാണ്, അവർക്ക് കൊണ്ട് സംസാരിക്കാൻ ആരുമില്ലാത്ത സാഹചര്യങ്ങളാണ്. അവർക്ക് നിയമങ്ങളെ പറ്റി അറിയില്ല, അവിടുത്തെ യാതൊരു കാര്യങ്ങളും അവർക്ക് അത്രമാത്രമേ അവരുടെ ആ ഒരു ലെവലെത്തത്തുള്ളൂ. കാരണം അങ്ങനെ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ഇവർക്ക് വേണ്ടി സംസാരിക്കേണ്ടതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.